Hi, good morning. My name is Abdul Rauf TK. സിക്സ്ത് സെമസ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഇൻകം ടാക്സ് ആൻഡ് GST എന്നുള്ള സബ്ജക്റ്റാണ് ഇന്ന് ആരംഭിക്കുന്നത്. ഇൻകം ടാക്സും ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സും രണ്ടും ടാക്സ് ആണ്. എന്താണ് ടാക്സ്? കമ്പൽസറി കോൺട്രിബ്യൂഷൻ ഇമ്പോസ്ഡ് ബൈ ദി ഗവൺമെന്റ് ടു ഇറ്റ്സ് സിറ്റിസൺ ഫോർ മീറ്റിംഗ് ജനറൽ എക്സ്പെൻസ്. ഗവൺമെന്റിന്റെ ജനറൽ എക്സ്പെൻസസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രാജ്യത്തെ ജനങ്ങൾക്ക് നിർബന്ധപൂർവം അല്ലെങ്കിൽ അവരെ കയ്യിൽ നിന്ന് നിർബന്ധപൂർവം കളക്ട് ചെയ്യുന്ന കോൺട്രിബ്യൂഷനാണ് ടാക്സ് എന്ന് പറയുന്നത്. ഈ ടാക്സ് കളക്ട് ചെയ്യുന്ന മെത്തേഡിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും. ഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ ടാക്സ് പെയ്ഡ് ബൈ ഇൻഡിവിജ്വൽ ഡയറക്ട്ലി ടു ഗവൺമെന്റ്. ഗവൺമെന്റിന് നേരിട്ട് ജനങ്ങൾ അടക്കുന്ന ടാക്സിനാണ് ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. ഇൻകം ടാക്സ് അതിന്റെ ഒരു ഉദാഹരണമാണ്. അതേപോലെ വെൽത്ത് ടാക്സ് ഉണ്ട്, മുനിസിപ്പൽ ടാക്സ് ഉണ്ട്. നമ്മൾ പഞ്ചായത്തിലും വില്ലേജിലൊക്കെ പോയി അടക്കുന്ന ഇത്തരം ടാക്സുകളൊക്കെ ഡയറക്റ്റ് ടാക്സ് ആണ്. ഇനി ഇൻഡയറക്റ്റ് ടാക്സ്. ടാക്സ് paid by individual through intermediary or indirectly is known as indirect tax. ടാക്സ് ഇൻഡയറക്റ്റ് ആയിട്ട് അടക്കുന്നത്, അതായത് ഒരു ഇന്റർമീഡിയറിയിലൂടെ, ഒരു ഇടനിലക്കാരിലൂടെ ഗവൺമെന്റിലേക്ക് നമ്മൾ അടക്കുന്ന ടാക്സിനാണ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു സാധനം വാങ്ങിയാൽ അതിന് GST കൊടുക്കും അല്ലെ? അപ്പോൾ GST ഒരു ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. വാറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് ആയിരുന്നു. വാല്യൂ ആഡഡ് ടാക്സ്, ഇന്നും ചില പ്രൊഡക്റ്റിനൊക്കെ വാറ്റ് നിലവിലുണ്ട്. ഇതുപോലെ പല ഇൻഡയറക്റ്റ് ടാക്സുകളും ഉണ്ട്. ഇനി എന്താണ് ഇൻകം ടാക്സ് എന്ന് ചോദിച്ചാൽ, ടാക്സ് ചാർജ്ഡ് ഓൺ ഇൻകം ഓഫ് എ പേഴ്സൺ ഈസ് നോൺ ആസ് ഇൻകം ടാക്സ്. ഒരു വ്യക്തിയുടെ ഇൻകത്തിന്റെ മേലിൽ ചാർജ് ചെയ്യുന്ന ടാക്സിന് ഇൻകം ടാക്സ് എന്ന് പറയും. നമ്മൾ പറഞ്ഞു അത് ഡയറക്റ്റ് ടാക്സ് ആണ്. ഇൻകം ടാക്സ് ആക്ട് 1961 പ്രകാരം ഇൻകം എന്ന് പറയുന്നത് 5 സോഴ്സ് എന്നാണ് ഉണ്ടാവുക. 5 ഹെഡ്സ് അല്ലെങ്കിൽ 5 സോഴ്സ് ആണ് ഇൻകം. ഇൻകം ഫ്രം സാലറി, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ഇൻകം ഫ്രം ബിസിനസ് ആൻഡ് പ്രൊഫഷൻ, ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻ ആൻഡ് ഇൻകം ഫ്രം അതർ സോഴ്സ്. ഈ 5 സോഴ്സ് നിന്ന് കിട്ടുന്ന ഇൻകത്തിനാണ് ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ഇൻകം എന്ന് പറയുന്നത്. ആ ഇൻകത്തിന് ചാർജ് ചെയ്യുന്ന ടാക്സിനാണ് ഇൻകം ടാക്സ് എന്ന് പറയുന്നത്. ഇനി ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, GST എന്താണ്? ഇറ്റ് ഈസ് ആൻ ഇൻഡയറക്റ്റ് ടാക്സ് വിച്ച് ഹാസ് റീപ്ലേസ്ഡ് മെനി ഇൻഡയറക്റ്റ് ടാക്സസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലുള്ള വിവിധ ഇൻഡയറക്റ്റ് ടാക്സുകളെ റീപ്ലേസ് ചെയ്ത് വന്നിട്ടുള്ള ടാക്സ് ആണ്. അതിന് പകരമായിട്ട് വന്നിട്ടുള്ള ഒരു ഇൻഡയറക്റ്റ് ടാക്സ് ആണ് GST എന്നുള്ളത്. റീപ്ലേസ് ചെയ്തു എന്ന് പറയുന്നത് എക്സൈസ് ഡ്യൂട്ടി ഉണ്ട്, ഇതിൽ വാല്യൂ ആഡഡ് ടാക്സ് ഉണ്ട്, സർവീസ് ടാക്സ് ഉണ്ട്. ഇതൊക്കെ ഒഴിവാക്കിയിട്ട് അതിന് പകരം വന്നതാണ് GST. ഈ GST ആക്ട് പാർലമെന്റിൽ പാസ്സാക്കിയത് മാർച്ച് 29, 2017 അതേപോലെ ഇത് നിലവിൽ വന്നത് ഇറ്റ് കെയിം ഇൻ ടു എഫക്ട് ഓൺ 1st July 2017. ജൂലൈ 1, 2017 ഇത് GST നിലവിൽ വന്നത്. ഇനി നമ്മളെ സബ്ജക്റ്റിലേക്ക് വരുമ്പോൾ, നമ്മളിപ്പോൾ ഇൻകം ടാക്സ് ആൻഡ് GST ആണ് നമ്മളെ സബ്ജക്റ്റ്. ഈ സബ്ജക്റ്റിന്റെ സിലബസിൽ 5 മൊഡ്യൂൾസ് ആണുള്ളത്. 5 മൊഡ്യൂൾസ്. ഈ മൊഡ്യൂൾസിൽ ഫസ്റ്റ് 2 മൊഡ്യൂൾസ് ഇൻകം ടാക്സ് ആയിട്ട് റിലേറ്റഡ് ആണ്. നിങ്ങൾ 5th സെമസ്റ്ററിൽ പഠിച്ച ഇൻകം ടാക്സിന്റെ ബാക്കി ഭാഗമാണ് 6th പഠിക്കുന്ന ഈ ഇൻകം ടാക്സ്. പിന്നെ ബാക്കിയുള്ള 3 മൊഡ്യൂൾസ് അത് GST റിലേറ്റഡ് ആണ്. ഞാൻ ആരംഭിക്കുന്നത് GST 3rd മൊഡ്യൂൾ മുതലാണ്, അതായത് GSTന്റെ പാർട്ട് മുതലാണ്. മൊഡ്യൂൾ 3 യൂണിറ്റ് 1 ഇൻട്രൊഡക്ഷൻ ടു GST. ഇൻട്രൊഡക്ഷൻ. GST is the biggest indirect tax reform in India. GST എന്നുള്ളത് ഇന്ത്യയിൽ വന്നിട്ടുള്ള ഏറ്റവും വലിയ ഇൻഡയറക്റ്റ് ടാക്സ് റീഫോമാണ്. അല്ലെങ്കിൽ
ഇന്ത്യ ടാക്സിൻ്റെ പുനർനിർമ്മാണമാണ്, ഏറ്റവും വലിയ പുനർനിർമ്മാണമാണ് GST. അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ടാക്സ് രംഗത്ത് വന്ന ഏറ്റവും വലിയൊരു ചേഞ്ചാണ് GST എന്ന് പറയുന്നത്. GST സബ്സമഡ് സെൻട്രൽ എക്സൈസ് ലോ, സർവീസ് ടാക്സ് ലോ, വാറ്റ്, എൻട്രി ടാക്സ്, ഒക്ട്രോയ്. ഇങ്ങനെ ഈ പറയപ്പെട്ട ടാക്സുകളൊക്കെ കൂടിച്ചേർന്നതാണ്, ഇൻക്ലൂഡഡ് ആണ് GSTയിൽ. അല്ലെങ്കിൽ ഇതെല്ലാം റീപ്ലേസ് ചെയ്തിട്ടാണ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് വന്നിട്ടുള്ളത്. ഐഡിയോളജി ഓഫ് GST ഈസ് വൺ നാഷൻ വൺ ടാക്സ്. ഒരു രാജ്യം ഒരു ടാക്സ് എന്നുള്ളതാണ് ഈ GSTയിൽ പിന്നിലുള്ള വലിയൊരു ആശയം. GST വരുന്നതിന് മുമ്പ് ഓരോ സ്റ്റേറ്റിനും ഓരോ ആറ്റായിരുന്നു. ഇപ്പോൾ കേരളത്തിന് വാറ്റായിരുന്നു, കേരള വാല്യൂ ആഡഡ് ടാക്സ്. അങ്ങനെ ഡിഫറെൻറ്റ് സ്റ്റേറ്റുകൾ ഡിഫറെൻറ്റ് ടാക്സുകളാണ് നടപ്പിലാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ അത് ഒക്കെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഒരു രാജ്യത്തിന് ഒരു ടാക്സ് മതി എന്നുള്ള കൺസെപ്റ്റാണ്, ആശയമാണ് GSTക്ക് പിന്നിലുള്ളത്. മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് GST ഈസ് ടു എലിമിനേറ്റ് ടാക്സ് ഓൺ ടാക്സ് ഓർ ഡബിൾ ടാക്സേഷൻ. ടാക്സിൻ്റെ പേരിൽ ടാക്സ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഡബിൾ ടാക്സേഷൻ ഇല്ലാതാക്കുക എന്നുള്ളതാണ് GSTൻ്റെ മറ്റൊരു ഉദ്ദേശം. പല സ്റ്റേറ്റുകളും പല ടാക്സ് ഈടാക്കുമ്പോൾ അല്ലെങ്കിൽ പല സ്റ്റേജസിലും പല ടാക്സ് ഈടാക്കുമ്പോൾ ഇതിൽ ഡബിൾ ടാക്സേഷൻ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അല്ലെങ്കിൽ ഒരു ടാക്സിൻ്റെ മുകളിൽ വേറൊരു ടാക്സ് ചാർജ് ചെയ്യാറുണ്ട്. അതൊക്കെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് GSTൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. ഹിസ്റ്ററി ഓഫ് GST ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ GST വന്നതിൻ്റെ ഹിസ്റ്ററിയാണ്, അല്ലെങ്കിൽ അതിൻ്റെ മൈൽ സ്റ്റോണാണ്, നാൾവഴികളാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. 2000 the Prime Minister introduced the concept of GST and set up a committee to design a GST model for the country. രാജ്യത്ത് ഒരു GST മോഡൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്മിറ്റിയെ നിയോഗിക്കുകയും GST എന്നുള്ള ആശയം ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്തു. 2000 പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ശ്രീ അടൽ ബിഹാരി വാജ്പേയി ആളാണ് ആദ്യമായിട്ട് അത് ഈ കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും അതിന് ഒരു മോഡൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി ഡിസൈൻ ചെയ്യുന്നതൊക്കെ 2000-ലാണ്. 2003 സെൻട്രൽ ഗവൺമെൻറ് ഫോംഡ് ടാസ്ക് ഫോഴ്സ് ഓൺ ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബജറ്റ് മാനേജ്മെൻറ്റ് അണ്ടർ വിജയ് കൽക്കറ നേതൃത്വത്തിൽ ഒരു ബജറ്റ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരു ടാസ്ക് ഫോഴ്സിനെ, ഒരു കമ്മിറ്റിനെ നിയോഗിച്ചു. 2004 ടാസ്ക് ഫോഴ്സ് റെക്കമെൻഡഡ് GST. 2004 ആ കമ്മിറ്റി ഇന്ത്യയിൽ GST നടപ്പിലാക്കണമെന്ന് റെക്കമെൻഡ് ചെയ്തു. 2006 യൂണിയൻ മിനിസ്റ്റർ അനൗൺസ്ഡ് GST ഡ്യൂറിങ് 2006 and 2007 ബജറ്റ്. 2006-2007 ബജറ്റിൽ അന്നത്തെ യൂണിയൻ മിനിസ്റ്റർ അത് ആദ്യമായിട്ട് അനൗൺസ് ചെയ്തു. GST പാർലമെൻറ്റിൽ അനൗൺസ് ചെയ്തു. അത് 2010 മുതലേ നടപ്പിലാക്കുമെന്നും പറഞ്ഞു. 2009 ഒരു എംപവേർഡ് കമ്മിറ്റി ഉണ്ടാക്കി അവർ GSTൻ്റെ ഫസ്റ്റ് ഡിസ്കഷൻ പേപ്പർ റിലീസ് ചെയ്തു. 2011 115ാം അമെൻമെൻറ്റ് ബില്ല് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ആൻഡ് സബ്സീക്വൻ്റ്ലി ലാപ്സ്ഡ്. ഒരു 115ാം അമെൻമെൻറ്റ് ഭേദഗതി ബില്ല് പാർലമെൻറ്റിൽ കൊണ്ടുവന്നു, പക്ഷെ അത് നടപ്പിലായില്ല, പാസ്സായില്ല. പിന്നെ 2014 122nd അമെൻമെൻറ്റ് ബില്ല് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ലോക്സഭ. 122ാം അമെൻമെൻറ്റ് ബില്ല് ലോക്സഭയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു, പക്ഷെ അതും പാസ്സായില്ല. 2016 ഓഗസ്റ്റിൽ 101st അമെൻമെൻറ്റ് ആക്ട് വാസ് എനാക്റ്റഡ്. 101ാം അമെൻമെൻറ്റ് ആക്റ്റായി പാസ്സായി, അല്ലെങ്കിൽ നിലവിൽ വന്നു. സെപ്റ്റംബർ 2016 GST കൗൺസിൽ മീറ്റിംഗ്, ഫസ്റ്റ് GST കൗൺസിൽ മീറ്റിംഗ് നടന്നു. 2017 മാർച്ചിൽ
CGST, SGST, IGST, UTGST, കോമ്പൻസേഷൻ സെസ് ആക്ട്, ഇത്രയും കാര്യങ്ങൾ GST കൗൺസിൽ റെക്കമെൻഡ് ചെയ്തു. ഇത്രയും കാര്യങ്ങൾ നമ്മൾ നടപ്പിലാക്കണം. CGST സെൻട്രൽ GST, സ്റ്റേറ്റ് GST, ഇൻ്റഗ്രേറ്റഡ് GST, UTGST, അതേപോലെ കോമ്പൻസേഷൻ സെസ് ആക്ട്, ഇത്രയും കാര്യങ്ങൾ ഇന്ത്യയിൽ GST ഉൾക്കൊള്ളിക്കണം എന്ന് പറഞ്ഞിട്ട് GST കൗൺസിൽ റെക്കമെൻഡ് ചെയ്തു. ഏപ്രിൽ 2017 ഇതെല്ലാം പാസ്സാക്കി, പാർലമെൻറ്റ് പാസ്സാക്കി. 1 ജൂലൈ 2017 GST ലോ അല്ലെങ്കിൽ GST ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തു, നടപ്പിലാക്കി. 101 ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ആസ് പെർ 101st അമെൻമെൻറ്റ് ആക്ട്. 2017 ജൂലൈ 7 ജമ്മു ആൻഡ് കാശ്മീർ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ പാസ്ഡ് ഇറ്റ്സ് GST. ജമ്മു കാശ്മീർ അവരുടെ GSTയും പാസ്സാക്കി. ഇങ്ങനെയാണ് ഇന്ത്യയിൽ GST വന്ന നാളുവഴികൾ, അതിൻ്റെ ഹിസ്റ്ററി. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം.